ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും CBSE 10th സ്റ്റാൻഡേർഡിൻ്റെ മാത്സിലെ പോളിനോമിയൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഫസ്റ്റ് സെഷനിലേക്ക് സ്വാഗതം. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9th നമ്മൾ പോളിനോമിയൽസിനെ പറ്റി പഠിച്ച കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ 10th ഇൻട്രൊഡക്ഷനുമാണ്. നമുക്ക് എന്താണ് പോളിനോമിയൽ എന്നതിൽ നിന്ന് തുടങ്ങാം. പോളിനോമിയൽസ് എന്ന് പറയുന്നത് എക്സ്പ്രഷൻസ് ഹാവിങ് വേരിയബിൾസ് ആൻഡ് ദി പവേഴ്സ് ഓഫ് ദി വേരിയബിൾ മസ്റ്റ് ബി ഹോൾ നമ്പർ. വേരിയബിളിൻ്റെ പവർ ഹോൾ നമ്പർ ആയിട്ടുള്ള എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പോളിനോമിയൽ എന്ന് പറയുക. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, നമുക്ക് 1-2 എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. 3x³ + 2x². വേരിയബിൾസ് വന്നിട്ടുണ്ട്, എക്സ് ആണ്. അതിൻ്റെ പവേഴ്സ് ഇവിടെ 3ഉം 2ഉം ആണ്. അതെല്ലാം എന്ത് തന്നെയാണ്, ഹോൾ നമ്പേഴ്സ് തന്നെയാണ്, അല്ലേ? ഇനി 5 എന്ന് പറയുന്നത് പോളിനോമിയൽ ആണോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഒരു പക്ഷേ അല്ല എന്ന് പറയാം, കാരണം വേരിയബിൾ കാണുന്നില്ല, അല്ലേ? നിങ്ങൾക്കറിയാം എനി നമ്പർ റേസ് ടു 0 എന്താണ്, 1 ആണ്. സോ 5നെ നമുക്ക് ഇങ്ങനെ എഴുതാം, 5 × 1 എന്ന് എഴുതിക്കൂടെ, കുഴപ്പമില്ല. ഇനി 1ന് പകരം 5 × x⁻⁴ എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ വേരിയബിൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ വേരിയബിൾ എക്സോ വൈയോ ഇസോട്ടോ നമുക്കവിടെ യൂസ് ചെയ്യാം. 0 എന്താണ്, ഹോൾ നമ്പർ ആണ്. സോ 5ഉം 6ഉം 7ഉം അങ്ങനെയുള്ള നമ്പേഴ്സും എല്ലാം അപ്പോൾ ബിലോങ്സ് ടു ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിനോമിയൽസ് ആണ്, അല്ലേ? ഇനി പോളിനോമിയൽ അല്ലാത്ത ഒരു എക്സാമ്പിൾ നോക്കിയാലോ. 3x⁻². ഇവിടെ x⁻², അല്ലെ, പവർ -1, ഹോൾ നമ്പർ അല്ല. സോ ഇതെന്തല്ല, പോളിനോമിയൽ അല്ല, അല്ലെ? അതേപോലെ തന്നെ 7/x² എന്നൊക്കെ നമ്മൾ എടുക്കുന്നു. ഈ x² മുകളിലേക്ക് വരുമ്പോൾ 7x⁻² എന്ത് ആവുന്നു, -2 ആവുന്നു. അപ്പോൾ പവർ നെഗറ്റീവ് വന്നത് ഹോൾ നമ്പർ അല്ല. സോ അതെന്തല്ല, പോളിനോമിയൽ അല്ല. സോ ഇതെല്ലാം നമ്മൾ 9th പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ക്വിക്ക് റിവൈസ് ചെയ്തു മാത്രം. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിനോമിയൽസിലേക്ക് പോകാം. പോളിനോമിയൽസിനെ നമുക്ക് ബേസ്ഡ് ഓൺ ഡിഗ്രി, നമ്പർ ഓഫ് വേരിയബിൾസ്, അതേപോലെ തന്നെ നമ്പർ ഓഫ് ടേംസ്, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് തിരിക്കാം. അതിലാദ്യം നമുക്ക് നമ്പർ ഓഫ് വേരിയബിൾസ് നോക്കാം. ഒരു വേരിയബിൾ മാത്രം വന്നാൽ പോളിനോമിയൽസ് ഇൻ 1 വേരിയബിൾ എന്നും, 2 വന്നാൽ 2 വേരിയബിൾ എന്നും, 3 വേരിയബിൾ ഗോസ് ഓൺ. ഒട്ടും തന്നെ ഇമ്പോർട്ടൻസ് നമുക്ക് അതിലില്ല, കാരണം നമ്മൾ പഠിക്കുന്നതെല്ലാം ബേസ്ഡ് ഓൺ എന്താണ്, 1 വേരിയബിൾ ആണ്. ഒരു ക്വസ്റ്റ്യൻ അത് എക്സ് ആണ് വേരിയബിൾ, എക്സ് മാത്രം, വൈ ആണെങ്കിൽ വൈ മാത്രം, ദാറ്റ്സ് ഓൾ. അങ്ങനെ. ഇനി ടേംസിന്റെ അടിസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ഒരു ടേം ആണെങ്കിൽ നമ്മൾ അതിനെ മോണോമിയൽ എന്ന് പറയുന്നു, 2 ടേം ആണെങ്കിലോ ബൈനോമിയൽ എന്ന് പറയുന്നു, 3 ടേം ആണെങ്കിൽ ട്രൈനോമിയൽ എന്ന് പറയുന്നു. ഒന്ന് എക്സാമ്പിൾസ് നോക്കാം. 3x² + 7x എന്ന് പറഞ്ഞാൽ 2 ടേം ആണ്. സോ അതെന്താണ്, ബൈനോമിയൽ ആണ്. ഓക്കെ. ഇപ്പോൾ 3 × x × y × z എന്നൊക്കെ പറയും. 4 ടേം ആയിട്ടൊക്കെ തോന്നും, പക്ഷേ 3xyz എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഒറ്റ ടേം ആണ്. സോ അതെന്ത് തന്നെയാണ്, മോണോമിയൽ തന്നെയാണ്, അല്ലേ? അപ്പം 3ൽ കൂടുതൽ വന്നാലും നമ്മൾ പൊതുവെ 1ഓ 2ഓ 3ഓ ആയിക്കോട്ടെ, അതിൽ കൂടുതൽ വന്നാലും നമ്മൾ വിളിക്കുന്ന പേര് എന്ത് തന്നെയാണ്, പോളിനോമിയൽ തന്നെയാണ്. പക്ഷെ ഇതൊന്നുമല്ല, നമുക്ക് വേണ്ടത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡിഗ്രിയാണ്. അപ്പോൾ ചോദിക്കും, എന്താണ് ഡിഗ്രി എന്ന് പറയുന്നത്? ഹയസ്റ്റ് പവർ. ഒരു പോളിനോമിയൽ എടുത്താൽ അതിന്റെ ഹയസ്റ്റ് പവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറയും, ഡിഗ്രി എന്ന് പറയുന്നത്, അല്ലേ? സോ നമുക്ക് നോക്കാം. 3x⁻⁴ + 7x³ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നോക്കി, എക്സ് വേരിയബിൾ ആണ്, പവർ 4, ഇവിടെ എക്സ് 3 ആണ്. സോ ഇതിൽ ഹയസ്റ്റ് പവർ ഏതാണ്, 4. സോ ഇതിന്റെ ഡിഗ്രി എത്രയാണ്, 4 ആണ്. 9x² + 7x എന്ന് എടുത്തു, ഡിഗ്രി എത്രയാണ്, 2 ആണ്. ഈ 7 എന്ന് മാത്രം നമ്മൾ എടുത്തു, ഡിഗ്രി എത്രയാണ്, 0 ആണ്. കാരണം എന്താ, x⁻⁴ എന്ന് എഴുതാം, അല്ലേ? സോ ഡിഗ്രിയുടെ അടിസ്ഥാനത്തിൽ ഡിഗ്രി 0 വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പോളിനോമിയൽ നമ്മൾ വിളിക്കുന്നവരാണ് കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഡിഗ്രി 1 വന്നാൽ വിളിക്കുന്നവരാണ് ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത്. 3x + 1 എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡിഗ്രി 1 ആണ്. സോ ലീനിയർ പോളിനോമിയൽ ആണ്. ഇനി 4x² + 3x എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡിഗ്രി എന്താണ്, ഹയസ്റ്റ് പവർ 2 ആണ് വന്നിരിക്കുന്നത്, അല്ലേ? സോ എന്തൊരു പോളിനോമിയൽ ആണ്, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. ഡിഗ്രി 3 വന്നാൽ വിളിക്കുന്നവരാണ് ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയും. ഡിഗ്രി 4 വന്നാൽ വിളിക്കുന്നവരാണ് ബൈക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്, അല്ലേ? നമുക്ക് ഇത് ലാസ്റ്റ് ഒരു ചാർട്ട് ആക്കി മാറ്റാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു നോക്കാം. ഇനി നമുക്ക് വേണ്ട മറ്റൊരു കാര്യം, സീറോസ് ഓഫ് എ പോളിനോമിയൽ എന്താണെന്ന് നോക്കാം. പോളിനോമിയലിന് വേരിയബിൾ നമ്മൾ ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണോ ആ പോളിനോമിയൽ 0 ആയിട്ട് മാറുന്നത്, ആ വാല്യൂസിനെ വിളിക്കുന്ന പേരാണ് സീറോസ് ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുന്നത്, അല്ലേ? ഫോർ എക്സാമ്പിൾ, x+1 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതിനെ p(x) എന്ന് വിളിക്കാം, അല്ലേ? g(x) എന്നോ t(x) എന്നോ വിളിക്കാം, കാരണം വേരിയബിൾ x ആണ്.
y എന്നാൽ p of y എന്നോ g of y എന്നോ t of y എന്നോ നമ്മൾ വിളിക്കും. സോ p of x ഞാൻ x ന് പകരം -1 കൊടുത്താൽ -1 + 1 എന്ത് വന്നു 0 വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ x ന് -1 കൊടുത്തപ്പോഴാണ് അത് 0 ആയിട്ട് മാറിയത്. അപ്പോൾ -1 ഇതിന്റെ 0 അല്ലേ? ഇനി അതേപോലെ തന്നെ p of x = x² - 1 നമ്മൾ എടുക്കുക. ഇവിടെ ഈ x² ന് ഞാൻ 1 കൊടുത്താൽ 1² - 1 അത് 0 ആയി. -1 കൊടുത്താൽ -1² - 1 അത് എന്ത് തന്നെയാണ് 0. അപ്പോൾ അതിൽ എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പോളിനോമിയൽ വരുന്ന കേസുകളെല്ലാം സീറോസ് എന്ന് പറയുന്നത് മേ ബി ഉണ്ടാവാം അല്ലേ, ഇല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വരാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ 5 എന്ന് പറയുന്ന നമ്പർ എടുത്ത് അതിന് എത്ര സീറോ ഉണ്ടെന്ന് വെച്ചാൽ 5നെ 5x⁻0 എന്നെഴുതാം. ഞാൻ x ന് ഏത് വാല്യൂ കൊടുത്തിട്ടും കാര്യമില്ല. 5 7 10 കൊടുത്തിട്ട് കാര്യമില്ല. കാരണം 10⁻0 വന്നാൽ 1 ആണ്. 1 × 5 എത്ര ആണ്? 5 തന്നെയാണ്. അപ്പോൾ അത് 0 ആവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ കോൺസ്റ്റന്റ് പോളിനോമിയൽസിന് എന്തില്ല? സീറോസ് ഇല്ല. അപ്പോൾ സീറോയും ഡിഗ്രിയുമായിട്ട് ഒരു ചെറിയ കണക്ഷൻ നമുക്ക് കൊണ്ടുവരാം. ഡിഗ്രി എത്രയാണോ അത്രയാണ് മാക്സിമം നമ്പർ ഓഫ് എന്തെന്ന് പറയുന്നത് സീറോസ് എന്ന് പറയുന്നത്. ഡിഗ്രി 0 ആണെങ്കിൽ മാക്സിമം 0 ആണ്. ഡിഗ്രി 1 വന്നാൽ എന്താണ്? മാക്സിമം 1 0. ഡിഗ്രി 2 വന്നാലോ 2 0 ആണ്. ഡിഗ്രി 3 വന്നാലോ 3 0 ആണ്. ഡിഗ്രി 4 വന്നാൽ 4 0 ആണ്. സോ നമുക്കതിനെ ഒന്ന് ചാർട്ടിലേക്ക് മാറ്റാം അല്ലേ, ആ പേരും കാര്യങ്ങളും എല്ലാം നോക്കാം. സോ ആദ്യം ഡിഗ്രി അല്ലേ, ഡിഗ്രി 0 വന്നാൽ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് പോളിനോമിയൽ നെയിം അല്ലേ. ഇനി അതിന്റെ ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ 5 എന്ന് വേണം പറയാം. ഓക്കെ, അതേപോലെ തന്നെ അപ്പോൾ ഒരു മാക്സിമം നമ്പർ ഓഫ് സീറോസ് എത്രയാണ്? 0. സീറോസ് ഇല്ല. ഇനി ഡിഗ്രി 1 വന്നാൽ അതിന്റെ പേരാണ് ലീനിയർ പോളിനോമിയൽ എന്ന് പറയും. ലീനിയർ പോളിനോമിയൽ അല്ലേ. സോ അതിന് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാലോ, ഇപ്പൊ x+2 എന്നോ y+2 എന്നോ ഇഷ്ടമുള്ള എഴുതാം. ഒറ്റ വേരിയബിൾ മാത്രമേ അതിനകത്ത് വരാൻ പാടുള്ളൂ, അത്രേ ഉള്ളൂ. കാരണം നമ്മളെല്ലാം ബേസ്ഡ് ഓൺ അങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പോൾ അതിന്റെ മാക്സിമം നമ്പർ ഓഫ് സീറോസ് എത്രയാണ്? 1 ആണ്. ഇനി ഡിഗ്രി 2 വന്നാൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. x² + 3x എന്നോ എന്തൊക്കെ എക്സാമ്പിൾ നമ്മൾ എടുക്കും. സോ അപ്പോൾ അതിന്റെ മാക്സിമം നമ്പർ ഓഫ് സീറോസ് എത്രയാണ്? 2 ആണ്. ഇനി ഡിഗ്രി 3 വന്നാൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയും. ഈ x³ + 4x - 7 എന്നോ പ്ലസ് ഒരു 2x² എന്നൊക്കെ കൊടുക്കാം. ഡിഗ്രി 3 വന്നാൽ പോയി. സോ മാക്സിമം നമ്പർ ഓഫ് സീറോസ് എത്രയാണ്? 3 ആണ്. ഇനി ഡിഗ്രി 4 വന്നാൽ വിളിക്കുന്ന പേരാണ് ബൈ ക്വാഡ്രാറ്റിക് എന്ന് പറയും. ബൈ ക്വാഡ്രാറ്റിക്. എക്സാമ്പിൾ ഇപ്പോൾ x⁻4 + 3x എന്നല്ല പറയാം. മാക്സിമം നമ്പർ ഓഫ് സീറോസ് എന്താണ്? 4. ഇനി നമ്മൾ ജസ്റ്റ് ഒരു കാര്യം അല്ലേ, ഒരു കോളം നമ്മളവിടെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. അത് വേറൊന്നുമല്ല, ആദ്യത്തെ നമ്മൾ ഡിഗ്രി എഴുതി, രണ്ടാമത്തെ നമ്മൾ നെയിം എഴുതി, മൂന്നാമത്തെ നമ്മൾ എക്സാമ്പിൾസ് ആണ് എഴുതിയത് അല്ലേ. എക്സാമ്പിൾസ് എഴുതി. നാലാമത്തെ നമ്മൾ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം. സ്റ്റാൻഡേർഡ് ഫോം ഡിഗ്രി 0 വരുമ്പോൾ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? ഒരു നമ്പർ മാത്രമാണ്, ശരിയല്ലേ. സോ ഞാൻ അതിനെ എന്ന് വിളിച്ചു. ഡിഗ്രി 1 വന്നാൽ ഞാൻ എല്ലാം എക്സ് ബേസ് ചെയ്തെന്ന് പറയാം. ഡിഗ്രി 1 വരുമ്പോഴത്തേക്കും എന്തായാലും എക്സ് എന്നുള്ളൊരു വേരിയബിൾ കാണും അല്ലെ. അതിന്റെ ഒരു കോഎഫിഷ്യന്റ് നമ്മൾ അതിനെ ഏത് വിളിക്കും? ഒരു നമ്പർ കാണാം കാണാതിരിക്കാം, അതിനെ നമ്മൾ ബി എന്ന് വിളിക്കും. സോ ax + b. ഡിഗ്രി 2ലേക്ക് വരുമ്പോൾ ax² പോരട്ടെ bx + c എന്ന് വരും. ക്യൂബിക് ആകുമ്പോഴത്തേക്കും എന്താവും? ax³ + bx² + cx + d എന്നാവും. ബൈക്വാഡ്രാറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്കും ax⁴ + bx³ + cx² + dx + e. ഇതാണ് നമുക്ക് പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത്. ഡിഗ്രി, അതിന്റെ പേര്, അതേപോലെ തന്നെ ആ ഒരു സ്റ്റാൻഡേർഡ് ഫോം, അതിന്റെ മാക്സിമം നമ്പർ ഓഫ് സീറോസ്. അപ്പോൾ ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ചാപ്റ്ററിലെ പോർഷൻസ് ഒന്ന് ഡിവൈഡ് ചെയ്യാം. അതിന്റെ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ പഠിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് സീറോസ് ആണ്. സീറോസിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം. നിങ്ങൾക്ക് വരയ്ക്കാനില്ല, ജസ്റ്റ് ആ ഒരു ഗ്രാഫിൽ നിന്ന് നമ്പർ ഓഫ് സീറോസ് ഐഡന്റിഫൈ ചെയ്യാം. സെക്കൻഡ് സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. നിങ്ങൾ 9th പഠിച്ചൊരു കാര്യമുണ്ട്, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ സീറോസ് കാണാൻ ആക്ച്വലി നമ്മൾ 9th തന്നെ പഠിച്ചതാണ് അല്ലേ. ഇവിടെ നമ്മൾ എന്തിന്റെ സീറോസ് കാണാനാണ് പഠിക്കുക? സെക്കൻഡ് ഡിഗ്രിയുടെയും തേർഡ് ഡിഗ്രിയുടെയും ഫോർത്ത് ഡിഗ്രിയുടെയും, അതായത് ലീനിയർ നമ്മൾ 9th പഠിച്ചു. ക്വാഡ്രാറ്റിക്കിന്റെയും ക്യൂബിക്കിന്റെയും ബൈക്വാഡ്രാറ്റിക്കിന്റെയും സീറോസ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ക്വാഡ്രാറ്റിക്കിന് കാണുന്നതാണ് സെക്കൻഡ് സെക്ഷൻ. അതിൽ ഫാക്ടറൈസേഷൻ നമ്മളവിടെ പഠിച്ചു, സ്പ്ലിറ്റിംഗ് ഡെൽറ്റ ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്.
ദെൻ ക്യൂബിക് പോളിനോമിയൽ അതെങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം, ദെൻ ബൈ ക്വാഡ്രാറ്റിക് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഡിവിഷൻ അൽഗോരിതം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം പഠിക്കുന്നുണ്ട്. ഇവിടെ പോളിനോമിയലിന്റെ ഒരു ഡിവിഷൻ അൽഗോരിതം. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലേക്ക് ജസ്റ്റ് ഒന്ന് പോകാം. അപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലേക്ക് പോകാനായിട്ട് ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്? സ്കെയിലും പെൻസിലും ഗ്രാഫും എന്നുള്ളതല്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സും വൈയും വേരിയബിൾസ് ആണ് അല്ലെ. നോർമലി നമ്മൾ പഠിച്ചിട്ടുള്ള അങ്ങനെയാണ്. 9th നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന എക്സ് ഉണ്ടാവണം, വൈ ഉണ്ടാവണം. അപ്പൊ ഞാനിപ്പോ x+1 എന്നൊരു പോളിനോമിയൽ ഞാൻ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്, വൈ ഇല്ല. അപ്പൊ ഞാൻ ചെയ്യുന്ന പരിപാടി അതിനെ വൈ എന്ന് എടുക്കുക. y = എന്താണ്? x+1. ഇനി ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. എങ്ങനെയാണ്? ഈ എക്സിന് ഞാൻ വാല്യൂ കൊടുക്കുക, വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ കിട്ടും. അപ്പൊ ഞാൻ എക്സിന് 1 കൊടുത്താൽ y = 1 + 1 2 കിട്ടി. അപ്പോൾ ഒരു സൊല്യൂഷൻ ആയി 1 2. അങ്ങനെ കുറച്ച് സൊല്യൂഷൻസ് വെച്ചിട്ട് നമ്മൾ എക്സും വൈയും എടുത്തിട്ട് ആ ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. ഇപ്പൊ ചില കേസുകളിൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ലീനിയറിന്റെ കേസിൽ. മറ്റു ചില കേസുകളിൽ പല ഷേപ്സ് വരും. പല ഷേപ്സിന് പല പേരുകൾ പറയും. ചിലതിന് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല അല്ലേ. സോ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് വരാം. അപ്പൊ ജനറലി p of x എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ തന്നാൽ അതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ടെക്സ്റ്റിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് p of x എന്ന് പറയുന്ന പോളിനോമിയൽ ഗ്രാഫ് വരയ്ക്കാൻ നമ്മൾ p of x നമ്മൾ എന്തെങ്കിലും എടുത്താൽ മതി, y എന്ന് എടുക്കുക. അതിന്റെ എക്സിന് വാല്യൂ കൊടുക്കുക, അതിനനുസരിച്ച് y വരാം. അങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക. അപ്പൊ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് സീറോസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നോക്കാം. വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം പോളിനോമിയൽ 0 ആവുന്ന വാല്യൂ ആണ്, ശരിയല്ലേ. അപ്പം x+1 എന്ന് പറയുന്ന പോളിനോമിയൽ 0 ആവണം. ആ വാല്യൂവിനെയാണ് നമ്മൾ സീറോസ് എന്ന് പറയുക. അപ്പൊ x+1 0 ആണെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗ്രാഫ് വരച്ചപ്പോൾ നമ്മൾ അതിനെ y എന്നാണ് വിളിച്ചത്, ശരിയല്ലേ. y 0 ആവണം. y 0 ആവുന്ന ഏത് ആക്സിസിലാണ്? x ആക്സിസിലാണ്. അപ്പം y = p of x എന്ന് പറയുന്ന ഒരു പോളിനോമിയലിന്റെ ഗ്രാഫ് എടുക്കുമ്പോൾ നമുക്കറിയാം സീറോസിന്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഏത് ആക്സിസിലെ നോക്കിയാൽ മതി? x ആക്സിസിലെ നോക്കുക. അപ്പൊ ആ ഗ്രാഫ് എക്സിന് എത്ര തവണ ടച്ച് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടുണ്ട് അത്രയും നമ്പർ ഓഫ് എന്താണ്? സീറോസ് ആണ് അല്ലെ. ഇപ്പൊ ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോ എക്സിനെ 2 ഇടത്താണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മാക്സിമം നമ്പർ ഓഫ് സീറോസ് എത്രയാണ്? 2. ഇനി മറ്റൊരു ഗ്രാഫ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ മാക്സിമം നമ്പർ ഓഫ് സീറോസ് 1 അല്ല, എത്രയാണ്? 0 ആണ്. ഇനി മറ്റൊന്ന് നോക്കാം. കൺസിഡർ ചെയ്യാം 1 2 3 4. സോ മാക്സിമം നമ്പർ ഓഫ് സീറോസ് എത്രയാണ്? 4. അപ്പോൾ ആക്ച്വലി ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എക്സസൈസിനകത്ത് ജസ്റ്റ് കുറച്ച് ഗ്രാഫ് വന്നിട്ട് മാക്സിമം നമ്പർ ഓഫ് സീറോസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇനി അത് വളരെ വേഗത്തിൽ ചെയ്യാമല്ലോ. അപ്പോൾ ഈ ഒരു സെഷനിലെ ഹോംവർക്ക് എന്ന് പറയുന്നത് ആക്ച്വലി എക്സസൈസ് നമ്പർ 1 തന്നെയാണ്, എക്സസൈസ് 2.1 ആണ്. അപ്പോൾ അതെല്ലാവരും ചെയ്യുക. അതേപോലെ തന്നെ ടെക്സ്റ്റ് ഇല്ലാത്തവർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിലേക്ക് പോവുക. പ്ലേ സ്റ്റോർ എന്ന് പറയുമ്പോഴത്തേക്കും അറിയാലോ, അതാണ്. അപ്പോൾ പ്ലേ സ്റ്റോറിലേക്ക് ചെന്നിട്ട് അവിടെ NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് NCERTയുടെ കംപ്ലീറ്റ് സൊല്യൂഷനും അതേപോലെ ടെക്സ്റ്റ് ബുക്കുകളും ആപ്പുകൾ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അതിലേതെങ്കിലും റേറ്റിംഗ് നോക്കിയിട്ട് ഒരു ആപ്പ് അങ്ങ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ 6th തൊട്ട് 12th വരെയുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ ഹോംവർക്കും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യുക. സോ ഈ ഒരു സെഷനിൽ ഡൗട്ട് വരാനുള്ള സാധ്യതയില്ല, കാരണം ഇത് ഒരു സ്റ്റാർട്ടിംഗ് സെഷനാണ്. നമുക്ക് തീർച്ചയായിട്ടും അടുത്തടുത്ത സെഷനുകളിൽ ഈ പറയുന്ന ക്വാഡ്രാറ്റിക്കും ക്യൂബിക്കും അതേപോലെ തന്നെ ഡിവിഷൻ അൽഗോരിതം കാണാം. സോ സീ യു ആൻഡ് താങ്ക് യു.